നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 100 കോടി ചെലവിൽ പണിത പത്തനാപുരം താലൂക്ക് ആശുപത്രി ഇന്നലെ ജനങ്ങൾക്കായി തുറന്നു നൽകി. പത്തനാപുരം തലവൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കല്ലടയാറിന്റെ തീരത്ത് പിടവൂർ മുട്ടത്തുക്കടവ് പാലത്തിനു സമീപം മഞ്ചള്ളൂരിലാണ് ആശുപത്രിക്കായി സ്ഥലം കണ്ടെത്തിയിരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പത്തനാപുരം താലൂക്ക് ആശുപത്രി ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം MLAയുമായ ഗണേഷ് കുമാർ, കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും ചടങ്ങിൽ സാക്ഷികളായി. ഓൺലൈനിൽ വരാൻ കഴിയില്ല എന്നറിയിച്ചു. ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ വേദിയിലുണ്ട്. നമുക്ക് ഒരു 2 മണിക്ക് ഒരു 3 മണിക്ക് വെച്ചിരുന്ന പ്രോഗ്രാം 2 മണിക്ക് ആക്കേണ്ടി വന്നു എന്നത് എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് 4 മണിക്ക് കോട്ടയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. 4 മണിക്ക് മുമ്പേ എത്തണം. അതുകൊണ്ട് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൽ ആദ്യമായി പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്ന യോഗ നടപടികൾ ആരംഭിക്കുന്നു. അൻപിനോടെന്നുമേ ഞങ്ങളെ പാലിക്ക തമ്പുരാനെ സർവലോകനാഥ, ഞങ്ങളിൽ സ്നേഹം വിനയം കരുണയും എന്നും എന്നും വളർത്തേണമേ, എന്നും എന്നും വളർത്തേണമേ. ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മളെല്ലാവരും സാറിനൊപ്പം നിന്ന് ഇവിടെ വരെ എത്തുകയും ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്നമാണത് യാഥാർത്ഥ്യമാകുന്നത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുകയും സംതൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരാൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ പേരിൽ ഏറ്റവും അധികം കല്ലേറുകൾ കൊള്ളേണ്ടി വന്ന, അപഖ്യാതികൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ്. ഈ ആശുപത്രി വരുന്നത് മാത്രമല്ല, ഇതിൻ്റെ സ്ഥലത്തെ ചൊല്ലിയുള്ള വഴക്കിൽ ഞാൻ ഒരുപാട് പഴി കേട്ടെങ്കിലും എൻ്റെ കടുംപിടുത്തമാണ് ഇത്രയും മനോഹരമായൊരു സ്ഥലം നമുക്ക് ലഭിക്കാൻ കാരണമായത്. അന്നെല്ലാവരും എന്നെ കുറ്റം പറഞ്ഞെങ്കിലും ബസ് ഇറങ്ങുന്നിടത്ത് വേണം എന്നൊരു നിർബന്ധം ഞാൻ പഠിച്ചു. ബസ് ഇറങ്ങി സാധാരണക്കാരായ ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നവർ ബസ് ഇറങ്ങി നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, KSRTC ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും ഇറങ്ങി നടന്ന് കയറാവുന്ന ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ പണം ഉണ്ടാവില്ല. അസുഖമായിട്ട് വരുന്ന ഒരാൾ വീട്ടിലെ ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ ബസ് ഇറങ്ങി നേരെ നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടെ ഞാൻ നിന്നപ്പോൾ ഞാനൊരു പക്ഷത്തും എല്ലാവരും മറുപക്ഷത്തുമായിരുന്നു. എനിക്കെതിരെ പത്തനാപുരം ടൗണിൽ പന്തലിട്ടവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എന്നാൽ ഈ റോഡ് സൈഡിലുള്ള സ്ഥലം ഏതാണ്, ബ്ലോക്ക് ഓഫീസിലൂടെ കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ വാശി പിടിച്ചപ്പോൾ പിന്നെ സ്ഥലം കിട്ടിയ നമ്മുടെ പ്രിയങ്കരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങൾ രണ്ടുപേരും വളരെ വേദന അനുഭവിച്ചുകൊണ്ട് തനിച്ചിരുന്നു. അന്ന് പിന്നെ സ്ഥലം കിട്ടിയത് പത്തനാപുരത്ത് കൊണ്ടുപോകുന്നുള്ള വികാരം അദ്ദേഹത്തിനെ നജീബ് മുഹമ്മദ് സമ്മതിച്ചിട്ടാണ് പത്തനാപുരത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ പല സ്ഥലം നോക്കി. ക്രൗൺ ഓഡിറ്റോറിയത്തിൻ്റെ ആ വഴിക്കകത്തൊരു സ്ഥലം നോക്കി. ഞാൻ പറഞ്ഞു പറ്റില്ല. അത് കഴിഞ്ഞ് രാജവത്സവാൻ്റെ വീട്ടിന് അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് അവിടെ സ്ഥലം നോക്കി. ഞാൻ അതും പറ്റില്ല. അങ്ങനെ പറഞ്ഞു ഒരു ദിവസം നജീബ് മുഹമ്മദും പ്രദീപും കൂടെ എന്നോട് പറഞ്ഞു, ഇവിടെയാണ് ഒരു സ്ഥലം കിടക്കുന്നത്, 4 കുടുംബങ്ങളുടെ വകയാണ്. അവരെ സമീപിച്ചു, അവർ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ വിളിച്ച് സംസാരിച്ചു, നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. 4 കുടുംബക്കാരാണ്. അതിൽ ഒരു കുടുംബക്കാരനെ ഇപ്പോൾ അവിടെ താമസമുണ്ട്, അവരുടെതാണ് 4 പേരുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ നജീബ് മുഹമ്മദ് പ്രദീപും എല്ലാവരും പോയി സംസാരിച്ചു. അവർ ഉഴപ്പി. അപ്പോൾ പറഞ്ഞു, ഇവരെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്നു പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയ പിതാവ് ബാലകൃഷ്ണ സാർ അന്ന് ജീവിച്ചിരിക്കുക. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെയുണ്ട്, ഇവർ 3 പേരും NSSൻ്റെ ആൾക്കാരാണ്. അങ്ങനെ 3 പേരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആശുപത്രി ഒരു പൊതു ആവശ്യമാണ്, കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനിവരോടെല്ലാം നേരത്തെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ ആശുപത്രി പൊതു ആവശ്യമാണ്, തരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരോരോ കാര്യങ്ങൾ പറഞ്ഞു. തലവൂരുള്ള ഒരു കുടുംബത്തോട് അജയനാണ് സംസാരിച്ചത്. അപ്പോൾ ഒടുവിൽ അവർ തരാമെന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചു, എല്ലാവരോടും പറഞ്ഞില്ല, സാറ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയത്. അവരോട് നന്ദി പറയേണ്ട ഒരു അവസരമാണ്. കാരണം ഈ സ്ഥലത്ത് ഒരു സാധാരണ സർക്കാർ അക്വിസിഷനിൽ തരുന്നതിനേക്കാൾ ഈ ആശുപത്രിക്ക് വേണ്ടി വളരെ
കുറഞ്ഞ വിലയ്ക്കാണ് അവരവരുടെ സ്ഥലം, അവരെ കുടുംബസ്വത്തായ സ്ഥലം നമ്മുടെ നാടിന് നൽകിയത് എന്നതുകൊണ്ട് അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഈ 16 നിയമമണ്ഡലത്തിലെ 6 ഈ താലൂക്കിൽപ്പെടുന്ന 6 പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഏറ്റവും ഉപകാരമായി തീരുന്ന ഒരു താലൂക്ക് ആശുപത്രി. മുൻ പ്രസിഡന്റുമാർ, മുൻ ജനപ്രതിനിധികൾ, DMO, DPM, മെഡിക്കൽ സൂപ്രണ്ടൊക്കെ അടക്കം ആരോഗ്യവകുപ്പിലെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഒരു നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. പത്തനാപുരം പഴയ പത്തനാപുരമല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിദ്യാലയങ്ങൾ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം അതിന് തുടക്കമിടുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹം ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഓരോ സൂക്ഷ്മാംശത്തിൽ ഇടപെട്ടിരുന്നു. ഇപ്പം ചിലപ്പോൾ എന്നോട് പറയും, നമുക്ക് ഓരോരുത്തരും സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടല്ലോ, താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിൽ ഇങ്ങനെ, മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം ഓരോന്നും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്നോട് പറയും, ഈ ഓഫീസർ അതിനെ സമ്മതിക്കുന്നില്ല, അവരുടക്കിട്ടിരിക്കുകയാണ്, ഫയല് മുന്നോട്ട് വിടുന്നില്ല, അതുകൊണ്ട് അടിയന്തരമായിട്ട് മന്ത്രി ഇടപെടണം. അങ്ങനെ നിരന്തരമായി ഈ ഒരു പ്ലാൻ അപ്രൂവ് ചെയ്യുന്നതിനും അത് കിഫ്ബിയിൽ അംഗീകരിക്കപ്പെടുന്നതിനും അതിനുശേഷം അതിൻ്റെ ടെൻഡർ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുന്നതിനുമൊക്കെ നിതാന്തമായിട്ടുള്ള ജാഗ്രത ബഹുമാന്യനായിട്ടുള്ള MLA ഭാഗത്ത് നിന്ന്, ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന്, ഈ നാടിൻ്റെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ആരോഗ്യ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്നലെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു കണ്ണൂർ തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെൻറ്റർ. അവിടെ 14 നിലകളുള്ള 556 കോടി രൂപയുടെ ഒരു ബ്ലോക്ക്, അത്യാധുനിക സംവിധാനങ്ങളുള്ള, നമ്മൾ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പം മലബാർ ക്യാൻസർ സെൻറ്ററിലും RCCയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണിന് ക്യാൻസർ ഉണ്ടായ, ട്യൂമർ ഉണ്ടായ കണ്ണെടുത്ത് കളഞ്ഞിട്ടാണ് സാധാരണ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ മലബാർ ക്യാൻസർ സെൻറ്ററിൽ നമ്മളൊരു ചികിത്സ വികസിപ്പിച്ചു. ആ ട്യൂമറിൻ്റെ ചുറ്റും റേഡിയേഷൻ മറ്റു കോശങ്ങളിലേക്ക് പോകാത്ത നിലയിൽ അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനം ഒരുക്കിക്കൊണ്ട് ആ പോയിന്റിൽ മാത്രം ട്രീറ്റ് ചെയ്യും. അതിന് പ്ലാക്ക് തെറാപ്പി എന്നാണ് പറയുന്നത്. രാജ്യത്ത് തന്നെ 4ാമത്തെ ആശുപത്രിയായി ഈ സംവിധാനം ഒരുക്കുന്നത്. അത് മലബാർ ക്യാൻസർ സെൻറ്റർ. അതുപോലെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലെ ഈ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ഉണ്ട്. അതിനും ഇന്ത്യയിൽ ഇതുപോലെ കണ്ണെടുത്ത് കളയാതെ ചികിത്സ നൽകുന്ന ഏക ആശുപത്രി മലബാർ ക്യാൻസർ സെൻറ്റർ ഉണ്ട്. അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി പ്രോജക്റ്റാണ്. നമുക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ധാരാളമായി തിരക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ തിരക്ക് അവരെ അറിയിച്ചു. ഇന്ന് ഞാൻ അദ്ദേഹത്തെ സാന്നിധ്യത്തെ ഇവിടെ പ്രത്യേകമായിട്ട് അതിന് നന്ദി പറയുന്നു. കാരണം സ്വന്തം ജില്ലയിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം നാട്ടുകാർക്കൊപ്പം ഈ കിഫ്ബി പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം അതിൽ പങ്കെടുത്തത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അതിനുള്ള ഇടപെടലിൻ്റെ തെളിവാണ്. അപ്പോൾ ഇത് നമുക്ക് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു തന്നതിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പത്തനാപുരത്തിന് തിലകക്കുറിയായി മാറുന്ന വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. കല്ലടയാറിൻ്റെ തീരത്ത് നല്ല കാലാവസ്ഥയും അന്തരീക്ഷവുമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ആശുപത്രി വരുന്നതിനുള്ള പ്രവർത്തനം നമ്മൾ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്തെ തുടങ്ങിയതാണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഇത്തരം ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, LDFിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും പത്തനാപുരത്ത് കിഫ്ബി വഴി ഇത് അനുവദിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളിൽ സ്ഥലം കണ്ടെത്തുന്നതിനൊക്കെയുള്ള ധാരാളം പ്രവർത്തനം നടന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയുന്നത്. നിർമ്മാണത്തിലെത്താൻ കഴിയുമ്പോൾ 2 ഏക്കറോളം സ്ഥലമുള്ള നല്ല നിരന്ന ഭൂമിയുള്ള സ്ഥലത്താണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വലിയ വെള്ളപ്പൊക്കം വന്നാൽ
ഉള്ള ചെറിയ കാര്യങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണം. അതുകൂടി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കാണും കഴിഞ്ഞാൽ. പക്ഷെ ഇത്രയും എന്നിട്ട് ധാരാളം ആളുകൾ താമസിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് വരുന്നത്. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആളുകൾക്ക് വളരെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള ആശുപത്രി അല്ല വേണ്ടത്. ഇറങ്ങി നടന്നു കയറാൻ പറ്റുന്ന ഒരു നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അത്രയും നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഇവിടെ ഈ ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്താൻ ഇവിടുത്തെ MLAയും ജനപ്രതിനിധികളും എല്ലാം കൂടി നടത്തിയ പ്രവർത്തനം വിജയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അത് വളരെ നല്ല ഒരു സെലക്ഷനായിരുന്നു ഈ സ്ഥലം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പത്തനാപുരത്ത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാനീ പറഞ്ഞതുപോലെ യാത്രയുടെ പ്രശ്നമില്ല. ഇവിടെ നല്ല സ്ഥലം കിട്ടി. വലിയ സൗകര്യമുള്ള ഏറ്റവും ആധുനികമായ തിരുവനന്തപുരത്തെയോ എറണാകുളത്തെയോ നഗരങ്ങളിലെ ഏറ്റവും വലിയ ആശുപത്രികളുടെ സൗകര്യമുള്ള തരത്തിലുള്ള സംവിധാനമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് മറ്റ് ആശുപത്രി പുല്ലൂർ ആശുപത്രിയും മറ്റും കാണുമ്പോൾ അറിയാമല്ലോ. ഇവിടെ ആദ്യ മോഡൽ ഇത്തരം ആശുപത്രി പുല്ലൂരാണ് വന്നത്. അപ്പോൾ ആ സൗകര്യത്തോടു കൂടിയാണ് ആശുപത്രി വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. കിഫ്ബിയാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. കിഫ്ബിയെ ശ്വാസം മുട്ടിക്കാനും കിഫ്ബി എടുക്കുന്ന ലോഡുകളെ സംസ്ഥാനത്തിൻ്റെ ആകെ പ്രവർത്തനപരിധി ചുരുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. സാധാരണ ജനങ്ങൾ 62 ലക്ഷം പേർക്ക് ഒരു മാസം 1600 രൂപ വെച്ച് കൊടുക്കുന്ന പെൻഷൻ നടത്തുന്നതിന് അതിൻ്റെ ലിക്വിഡിറ്റിക്ക് വേണ്ടി പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു പെൻഷൻ കമ്പനിയുണ്ട്, KSSPL എന്ന് പറയുന്നത്. ആ പെൻഷൻ കമ്പനി എടുക്കുന്ന പണത്തിനും കേന്ദ്ര സർക്കാർ ഉടക്കിട്ടിരിക്കുകയാണ്. ഇത് രണ്ടും സുപ്രീം കോടതി കേസ് കിടക്കുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ കിഫ്ബിയുടെ ഇതുപോലുള്ള ആശുപത്രിയും സ്കൂളുകളും ഒക്കെ പണിയാനുള്ള നിർമ്മാണാവകാശത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടി വന്നു എന്ന കാര്യവും നിങ്ങൾക്കറിയാം. എന്നോട് കഴിഞ്ഞ ദിവസം പ്രായമുള്ള ചില അമ്മമാർ അവർ പറഞ്ഞു, എപ്പോഴാണ് കുഞ്ഞെ ഈ പെൻഷൻ തരുന്നത്, എപ്പോൾ തരും സാറേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു, പെൻഷൻ തരണം, ഞങ്ങൾ തരാൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ പെൻഷൻ തരാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്തതെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കിഫ്ബിയുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുവരെ ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും പണം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? KSRTCയുടെ കൂടി മന്ത്രിയാണല്ലോ അദ്ദേഹം. ഗതാഗത വകുപ്പിൽ പ്രധാന ഒരു വകുപ്പാണ് KSRTC. പെൻഷൻ കൊടുക്കുന്ന ഇതിനെല്ലാം കടമെടുക്കാണ്. അതിന് മാസം 70 കോടി രൂപ വേണം. അതിന് പ്രത്യേക ഒരു കൺസോർഷ്യം ഉണ്ടാക്കി കടമെടുക്കണം. അത് ശമ്പളം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കോവിഡ് വരുന്നത് വരെ സർക്കാർ സഹായിച്ചിരുന്നില്ല. കോവിഡ് വന്ന സമയം തൊട്ടാണ് ശമ്പളം കൊടുക്കാനും സഹായം കുറച്ചാൾ കൊടുത്തു. ഞാൻ ചുമതലയേറ്റെടുത്ത് ആ സമയത്ത് 1 വർഷം നിരന്തരമായി കൊടുത്തു. അതിനുശേഷം അതും ഒരു ശീലമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൊടുക്കുന്നത് വഴി ബഡ്ജറ്റിൽ 1000 കോടി രൂപയ്ക്കകത്താണ് വെക്കുക. എല്ലാം കൂടി വണ്ടി ഓടിക്കാൻ 2500 കോടിയാണ് KSRTCക്ക് വേണ്ടി മാത്രം 1 വർഷം കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ അത് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് നമുക്കറിയാം. ചെലവ് ചുരുക്കാനുള്ളതും എഫിഷ്യൻ്റ് ആക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഓരോ മേഖലയിലും ഗവൺമെൻറ് അങ്ങനെ നിലവിലുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. കിഫ്ബിയുടെ ഇതുപോലുള്ള ആശുപത്രിയും നിർമ്മാണവും നമുക്ക് നിർത്താൻ പറ്റുമോ? ഒരു സ്ഥലത്തും പണം കൊടുക്കാതിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 വർഷം മുമ്പ് നമ്മൾ എല്ലാവർക്കും കിറ്റ് കൊടുക്കുകയും സൗകര്യം കൊടുക്കുകയും ചെയ്തതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം. കോവിഡ് കാരണം 1,31,000 കോടിയാണ് ആ വർഷം ആകെ ചെലവാക്കേണ്ടി വന്നത് 2021 മാർച്ചിൽ. ഈ വർഷം എത്ര ചെലവാക്കുന്നതെന്നറിയോ? 1,68,000 കോടി. 30,000 കോടിയാണ് 3 വർഷം കൊണ്ട് ചെലവിൽ വർദ്ധിച്ചത്. സാധാരണക്കാരുടെ ഓരോ ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണ് പിണറായി സർക്കാരിൻ്റെ സമീപനം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. കാരണം ഒരു പണവും കുറയ്ക്കുന്ന പ്രശ്നമില്ല. പക്ഷെ സമയത്ത് കിട്ടാനുള്ളത് കിട്ടണം. വലിയ തോതിൽ നമുക്കുള്ള പണം വെട്ടിക്കുറച്ചു. 30,000, 40,000 കോടി വെട്ടിക്കുറച്ചു. 57,000 കോടി കിട്ടാനുള്ളത് കിട്ടാൻ ഇനിയുണ്ട് ഈ വർഷം. പക്ഷെ ആ പണം കിട്ടുന്നതിന് പകരം തരാതിരുന്നപ്പോൾ സംസ്ഥാനത്ത് ആകെ 47,000 കോടിയായിരുന്നു 2021 മാർച്ചിലെ തനത് നികുതി വരുമാനം. അത് 78,000 കോടിയായിട്ട് ഈ വർഷം വർദ്ധിക്കും. നികുതി ഒന്നും വർദ്ധിപ്പിച്ചിട്ടല്ല, നിങ്ങൾക്കറിയാം. നമ്മുടെ സാമ്പത്തിക രംഗത്തെ പ്രവർത്തനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. പക്ഷെ വീണ്ടും വലിയ കുറവാണ് ഉള്ളത്. ഇതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആ തുക നിങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് കൈമാറുകയാണ്. ഇതൊരു കാര്യം ആലോചിക്കണം. നമ്മൾ സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയതാണ്. നാട്ടിലെങ്ങും ഇറങ്ങിയ ആൾക്കാരെ പിരിവെടുത്തതല്ല. അത് ഞങ്ങളത് സ്നേഹത്തോടെ ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സ്നേഹതീരത്തിലെയും ഗാന്ധി ഭവനിലെയും മുഴുവൻ അന്തേവാസികൾക്കുമായി നമ്മൾ നൽകുന്നു. തുക ഏറ്റുവാങ്ങുന്നതിനായി ഗാന്ധി ഭവൻ്റെ വൈസ് ചെയർമാൻ ശ്രീ അമൽ സോമരാജൻ അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കും. അതോടൊപ്പം തന്നെ അടുത്തതായി സിസ്റ്റർ റോസ്ലിൻ, സ്നേഹതീരത്തിൻ്റെ ഡയറക്ടർ സിസ്റ്റർ റോസ്ലിനെയും വേദിക്കും.